പിള്ളേരിങ്ങനെ ആർത്തുല്ലസിച്ച് പോയത് ലുലു മോളിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് രണ്ടുപേരെയും ഫണ്ടൂരെ തന്നെയാണ് കേട്ടോ ആദ്യം കൊണ്ടുപോയത്. അവിടെ ചെന്ന ടാക്സി ട്രെയിനിലൊക്കെ കയറി അവർ കളിച്ചു, അവർ എൻജോയ് ചെയ്തോട്ട് നന്നായിട്ട്. അത് കഴിഞ്ഞ് ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ഈ ഒരു റൈഡ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. എന്നെ ഒരുപാട് വിളിച്ചു. എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് സൈനസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്നെ പെട്ടെന്ന് വൊമിറ്റിംഗ് ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ കയറിയില്ല. അവരിതാ ടാറ്റയൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് അങ്ങനെ പോവാണ് കേട്ടോ ഹാപ്പി ആയിട്ട്. പക്ഷേ തിരിച്ചു വന്ന വരവ് നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഇത് കണ്ടപ്പോഴേ എനിക്ക് തല ഇറങ്ങി. അപ്പോൾ അതിലിരുന്ന് റൈഡ് ട്രൈ ചെയ്തവരുടെ അവസ്ഥയോ അങ്ങനെ ഇതാ വരുന്നുണ്ട്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, അയ്യോ ഞാൻ കയറിയിരുന്നെങ്കിൽ എൻ്റെ ഒരവസ്ഥ. ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു അടിപൊളിയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിൽ മിൽക്ക്, വെറൈറ്റി അവിൽ മിൽക്ക് കിട്ടുന്ന ഷോപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവറൊക്കെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ചോക്കോലാവ കേക്കാണ് കേട്ടോ മേടിച്ചു കൊടുത്തത്. തണുപ്പ് മേടിച്ചു കൊടുത്തില്ല. അത് കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു കേട്ടോ, ലുലുവിൻ്റെ. അപ്പോഴേക്കും ചേട്ടൻ്റെ കുട്ടികളെ എടുത്ത് കാട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിലാകുമ്പോൾ മിണ്ടാതിരുന്നോളൂല്ലോ, ശല്യമില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്ത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അവിടെ നിന്ന് കുഴിമന്തിയും പൊറോട്ടയും പിന്നെ അമ്മ വെജാണ്, ഫ്രൈഡ് റൈസും വെജ് കറിയും പിന്നെ അപ്പമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ സൊറയൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് കുട്ടിക്ക് 6 മാസമായ ശേഷമാണ് ഞങ്ങളിതാ പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് പിള്ളേരെ ലുലുന്ന് മേടിച്ച കുറച്ച് ചോക്ലേറ്റ് ഒക്കെ അവിടുത്തെ വെയിറ്റർമാർ ചേട്ടന്മാർക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ.